ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു അവൽ വടയാണ് ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഒരു വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാനായിട്ട് വെക്കുകയാണ്. പച്ചവെള്ളം ഒഴിച്ചാൽ മതി, ചൂടുള്ള വെള്ളമൊന്നും വേണ്ട. അപ്പോൾ ഞാനിവിടെ അതേ സെയിം ഗ്ലാസ്സിന് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം അധികമാവരുത്, അവിലും വെള്ളം ഒപ്പം നിൽക്കണ ഒരു പരുവല്ലേ, ആ പരുവത്തിലാണ് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം, അവിൽ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 നല്ലോണം ചെറിയ സവാള ആയതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ട് നമ്മൾ കനം കുറച്ചിട്ട് ചെറിയ പീസസ് ആയിട്ട് നമ്മളതിന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ സവാളയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അളവിനാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ സവാള എടുത്താൽ മതിയാവും. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. എല്ലാതും നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ ഇപ്പോൾ നമ്മളെ ചുവന്ന അവിലാണ് എടുത്തിട്ടുള്ളത്. വെള്ള അവിലാണെന്ന് വെച്ചെങ്കിൽ വെള്ള അവിൽ പൊതുവേ എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ചുവന്ന അവിലാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ വട ഉണ്ടാക്കാനായിട്ട് എടുത്തുള്ളത്. നിങ്ങൾ വെള്ളാവിൽ ഇഷ്ടമുള്ളവരാണെന്ന് വെച്ചെങ്കിൽ അത് യൂസ് ചെയ്തോളൂ. അപ്പോൾ ഒന്നുകൂടി കാണാനായിട്ട് ഒന്നും കൂടെ ഒരു കളറ്, ഇതിപ്പം നമ്മളൊരു റെഡ് അവിലായതുകൊണ്ട് അങ്ങനെ ഒരു കളറല്ലേ കിട്ടുള്ളൂ. നമ്മുടെ കറക്റ്റ് നമ്മുടെ ഉഴുന്നുവടയുടെ ഒക്കെ ഒരു കളറ് വെള്ള അവിലുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ടേസ്റ്റ് എല്ലാം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഇഞ്ചി, അതിൻ്റെ കൂടെ തന്നെ ഒരിത്തിരി വേപ്പിലയും ഒത്തിരി മല്ലിയിലയും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അവിൽ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്, ഫുള്ളായിട്ട് അതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ച് എടുക്കുകയാണ് വേണ്ടത്. ഇത് നിങ്ങൾക്കിനി മിക്സിയുടെ കൈ വെച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മിക്സിയുടെ ചെറിയ ജാറിലൊന്നും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയും ചെയ്യാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി കൊടുത്താൽ തന്നെ അത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിത് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാനുള്ളതല്ലേ. പിന്നെ അത് കുഴയ്ക്കാനും ഇത്തിരി വലിയ പാത്രമാണ് നല്ലത് തോന്നിയിട്ട് ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. നന്നായിട്ട് ആവിലൊക്കെ കുതിർന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു മാവിൻ്റെ പരുവാവുമല്ലോ നമ്മൾ കുഴച്ചെടുത്താൽ. അങ്ങനെ ഒരു ലെവലിൽ നമ്മൾ കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ വെള്ളം ഇത് കറക്റ്റ് വെള്ളമാണുള്ളത്. ഇനി ഞാൻ പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി അരഞ്ഞ് കിട്ടിയ പോലെ തന്നെ നമ്മൾ കൈ കൊണ്ട് ഉടച്ചിട്ട് ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, മല്ലിയില ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കയ്യിലുണ്ടെങ്കിൽ. ഞാനിപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് എനിക്ക് പൊതുവേ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ വേപ്പില മാത്രം ആയാലും മതി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അതെല്ലാം ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണ് അരിപ്പൊടിയാണ്, ഇത് പുട്ടുപൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ പുട്ടുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പൊടിക്ക് പകരം നിങ്ങൾക്ക് റവ വേണമെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഒരു 1/4 കപ്പ് നമ്മളെ വറുത്ത പൊടിയില്ലേ, പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന, അതും ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 2.5 ടീസ്പൂണ്. പിന്നെ ഒരു 2 ടീസ്പൂണ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരൽപ്പം കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഞാൻ കുരുമുളക് പൊടിയല്ല കേട്ടോ ചേർത്തിട്ടുള്ളത്, മുഴുവനായിട്ട് ചേർത്തേക്കാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഇല്ല, അതിൻ്റെ പകുതിയോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ തൈര് മസ്റ്റായിട്ടും വേണ്ട സാധനം തന്നെയാണ്. അതുപോലെ നമ്മൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുട്ടുപൊടി ഇല്ലയെന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല. അതൊന്നൊരു ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് റവയോ പുട്ടുപൊടിയോ നമുക്ക് ഉപയോഗിക്കാമെന്ന് മാത്രം. നിങ്ങളിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. നിങ്ങളെടുത്തിട്ടുള്ള അളവിനനുസരിച്ചുള്ള ഇപ്പം ഈ അവിൽ നനവുണ്ട് വെച്ചെങ്കിൽ അതിനനുസരിച്ച് അരിപ്പൊടി കൂടുതൽ വെള്ളമായി, അല്ലെങ്കിൽ മിക്സിയിലൊക്കെ അരക്കുകയാണെന്ന് വെച്ചെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടിപ്പോകും. അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമ്മളതിനനുസരിച്ചുള്ള അരിപ്പൊടി എടുത്താൽ മതി. അതല്ല വെച്ചെങ്കിൽ ഞാനിപ്പോൾ ഈ എടുത്ത അളവിന് ഒരു 1/4 കപ്പ് അരിപ്പൊടി അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ റവ വേണമെങ്കിൽ റവ 1 ടീസ്പൂൺ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ പുട്ടുപൊടി
അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് പിന്നെ ബേക്കിംഗ് സോഡ നിർബന്ധമുള്ള സംഭവമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ചേർത്തൊന്ന് മാത്രം. അതാകുമ്പോൾ ഒന്നിങ്ങനെ നന്നായി ഒന്ന് പൊള്ളച്ച് വരും. മറ്റേതായാലും കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് തരാൻ പ്രത്യേകിച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യണത്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അത് നിർബന്ധമുള്ള കാര്യമില്ല കേട്ടോ. അതുപോലെ കുരുമുളകും നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചിട്ടോ പൊടിച്ചിട്ടോ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം എരിവുണ്ട് പച്ചമുളക്, അപ്പോൾ ഇനി കുരുമുളക് ചതച്ചിടും കൂടെയും ചെയ്ത് കഴിഞ്ഞാൽ നല്ല എരിവാകും. ഇവിടെ അത്ര എരിവ് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നോക്കണം കേട്ടോ. ഇനി ഇത് നന്നായി കുഴച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. മാക്സിമം റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കണതാണ് ഇത് ഒന്നുകൂടി ടേസ്റ്റ്, പ്രത്യേകിച്ച് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ളത് കൊണ്ട്. ഇനിയിപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങളിതൊന്ന് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. എന്നാലാണ് അത് കറക്റ്റ് എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് ആ ടേസ്റ്റ് കറക്റ്റ് വരത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് വീണ്ടും ഒന്നുകൂടി കുഴച്ച് കൊടുക്കുക. ഞാനൊരു ടീസ്പൂണ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അവിലിൽ ഓൾറെഡി വെള്ളം അങ്ങനെ എന്താ പറയുക, ജലാംശം പെട്ടെന്ന് വറ്റിപ്പോകുമല്ലോ അവിലിൽ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി നനവ് കുറവ് തോന്നിയപ്പോൾ ഞാനൊരു അല്പം വെള്ളം ചേർത്ത്, ഒരു ടീസ്പൂൺ വെള്ളം ചേർത്ത് നമ്മളതൊന്ന് പിന്നെ വീണ്ടും ഒന്നുകൂടി കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഉഴുന്നുവടയുടെ പോലെ പരത്തിയെടുക്കാം. ഓരോരുത്തരുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തർക്ക് അറിയാവുന്ന രീതിയിൽ. ഞാനിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയ്യിൻ്റെ അടിയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തിട്ട് നമ്മൾ ഒരു കുഴി ഉണ്ടാക്കിയെടുത്തേക്കാണ്, നമ്മുടെ ഉഴുന്നുവടയുടെ പോലെ ഒരു കുഴി ആക്കിയെടുത്തേക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ കുഴി വേണ്ടാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഷേപ്പിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ കാണാനൊന്നും കൂടി ഒരു ലുക്ക് ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഷേപ്പാക്കിയിട്ട് മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഇത്രയാണ് ഞാൻ 2 ഗ്ലാസ് അവിൽ കൊണ്ട് നമുക്ക് ഇത്രയധികം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓയിൽ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇനി ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി നല്ലോണം ഓയിൽ ചൂടായതിന് ശേഷം ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഫസ്റ്റ് ഒന്നുകൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയതിന് ശേഷം നമ്മളത് മറിച്ചിട്ടിട്ട് അതും ഒരു 2 മിനിറ്റ് മറിച്ചിട്ടതിന് ശേഷം ഒരു 2 മിനിറ്റോളം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം കൂട്ടി വെക്കാം. ഫസ്റ്റ് തന്നെ ഒന്നാകെ അങ്ങ് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേൽഭാഗം മാത്രം കരിയും, ഉൾവശം വേവിയല്ല. പിന്നെ മേലെ കരിഞ്ഞിട്ട് പിന്നെ നമുക്ക് വീണ്ടും തിരിച്ചിട്ടിട്ട് ഇനിയിപ്പോൾ വെന്തിട്ടില്ല എന്ന് തോന്നിയിട്ട് തിരിച്ചിടാനാണെങ്കിൽ പറ്റാത്തൊരു കണ്ടീഷനും ആവും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മൾ തിരിച്ചും മറിച്ചും 2 വട്ടം തിരിച്ചും മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിനി ഇത് കോരി മാറ്റുകയാണ്. അപ്പോൾ ഇത് ഓയിൽ അല്ലാതെ ഓയിൽ കുടിക്കുകയൊന്നുമില്ല കേട്ടോ. അതിനാണ്. പിന്നെ നമ്മൾ റവയാണ് യൂസ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ ഒട്ടും ഓയിൽ കുടിക്കില്ല. അപ്പോൾ അതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. തീർച്ചയായും നിങ്ങൾ ഒരു വട്ടം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് ഗസ്റ്റ് വരുമ്പോഴും അതല്ല നമുക്ക് വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണിത്. ഇനി ഇതിൻ്റെ എങ്ങനെയാണെന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒരെണ്ണം പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. മേൽഭാഗം നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ്. അപ്പം നമ്മൾ ഇവിടെ ടൊമാറ്റോ സോസോ ചട്നിയോ എന്ത് വേണം യൂസ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാം. അപ്പോൾ ഇനി വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ആൻഡ് താങ്ക് യു.